മലയോരത്തെ പ്രധാന ജലസംഭരണ കേന്ദ്രമായി അറിയപ്പെടുന്ന കാര്യങ്കോട് പുഴയിലെ ആവുള്ളാൻ കയമാണിത്. ഇവിടെ വലിയ ആഴമാണെന്നാണ് പഴമക്കാർ പറയുന്നത്. ഈ കയത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയൊന്ന് കാണാം. ആവുള്ളാൻ കയം വറ്റി വരണ്ടു തുടങ്ങി. ഇതോടെ മലയോര മേഖലയിൽ ജലക്ഷാമം രൂക്ഷമാകാനുള്ള സാധ്യതയുമേറി. ചെറുപുഴ പുതിയ പാലത്തിന് സമീപത്താണ് ആവുള്ളാൻ കയം. കാര്യംകോട് പുഴയിലെ ഏറ്റവും വലിയ കയമാണിത്. പുഴയുടെ എല്ലാ ഭാഗത്തും വെള്ളം വറ്റിയാലും ആവുള്ളാൻ കയം എന്നും ജലസമൃദ്ധമായിരുന്നു. ഈ കയത്തിന്റെ ആഴത്തെപ്പറ്റി അറിയുന്നവർ ആരും തന്നെ ഇവിടെ കുളിക്കാൻ പോലും ഇറങ്ങില്ല. അത്രയ്ക്കും ആഴം കൂടിയ പ്രദേശമാണ് ഇവിടം. കടുത്ത വേനലിൽ പോലും കയം നിറയെ വെള്ളമാണ്. ഇത് കണ്ടറിഞ്ഞാണ് ഈസ്റ്റളേരി പഞ്ചായത്ത് അധികൃതർ കോടികൾ ചിലവഴിച്ച് ഇവിടെ ശുദ്ധജല വിതരണ പദ്ധതി ആരംഭിച്ചത്. ഇതിനു മുന്നോടിയായി പുഴയുടെ തീരത്ത് കൂറ്റൻ ടാങ്ക് നിർമ്മിച്ചുവെങ്കിലും തുടർ നടപടികൾ ഇപ്പോഴും ഇഴയുകയാണ്. ആവുള്ളാൻ കയത്തിൽ നിന്നും 1/2 കിലോമീറ്റർ അകലെയാണ് ജലവിഭവ വകുപ്പ് കോടികൾ മുടക്കി ചെക്ക് ഡാം നിർമ്മിച്ചത്. എന്നാൽ വൻതോതിൽ മണൽ അടിഞ്ഞുകൂടിയതോടെ ചെറുപുഴ ചെക്ക് ഡാമിലും വെള്ളമില്ലാത്ത സ്ഥിതിയാണ്. ചെക്ക് ഡാമിലെ ജലനിരപ്പ് താഴ്ന്നതാണ് ആവുള്ളാൻ കയത്തിൽ വെള്ളം കുറയാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. എന്നാൽ ഇതുവരെ അനുഭവപ്പെടാത്ത ചൂടാണ് ഇത്തവണ മലയോരത്ത് അനുഭവപ്പെടുന്നതെന്ന് പഴമക്കാർ പറയുന്നു. മഴ പെയ്യാത്തതും കൊടും ചൂടുമാണ് കയത്തിലെ ജലനിരപ്പ് താഴാൻ കാരണമായത്. ഇതിനു പുറമെ പുഴയുടെ ഇരുകരകളിലും ഉള്ള ഓടക്കാടുകളും കൂറ്റൻ മരങ്ങളും വ്യാപകമായി നശിപ്പിച്ചതാണ് പുഴയിലെ ജലനിരപ്പ് താഴുന്നതിന് ഇടയാക്കിയത്. ശ്രീ ശങ്കരാചാര്യയിൽ +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ. വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ്. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, ലാബുകൾ. മർച്ചന്റ് സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ്,